എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കുന്ന ഓപ്പറേഷൻസ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിന്റെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തെ കുറിച്ചാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് നോക്കാം. അതായത് നമുക്കൊരു പ്രത്യേക തരം കമ്മോഡിറ്റി ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുക. അതായത് നമുക്ക് ഒറിജിൻസ് ഉണ്ട്. ഒറിജിൻസ് അതായത് ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ OI എന്നാണ്. I ഈക്വൽ ടു 1 2 3 എക്സെട്ര M. അതായത് M ഒറിജിൻസ് ആണ് നമുക്കുള്ളത്. അതായത് M ഒറിജിൻസില് നമ്മുടെ കമ്മോഡിറ്റി അവൈലബിൾ ആണ്. അപ്പൊ ആ അവൈലബിലിറ്റിനെ നമ്മള് അവൈലബിലിറ്റി അല്ലെങ്കിൽ സപ്ലൈ, ഇതിനെ നമ്മൾ AI എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യും. I ഈക്വൽ ടു 1 2 3 എക്സെട്ര M. അതായത് M ഒറിജിൻസ് ഉണ്ട്, അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് AI നമ്പർ ആണ്. അതായത് ഒറിജിൻ 1 അവൈലബിൾ ആയിട്ടുള്ള നമ്പർ A1 ആണ്, ഒറിജിൻ 2 A2 ആണ്. ഇനി നമുക്ക് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതായത് ഈ ഒറിജിൻസിൽ നിന്നും ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്ന പ്രോബ്ലത്തെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുക. അപ്പൊ ഈ ഡെസ്റ്റിനേഷൻ നമുക്ക് DI എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം. നമുക്ക് N ഡെസ്റ്റിനേഷൻസ് ആണ് ഉള്ളത്. ഈ ഡെസ്റ്റിനേഷൻസിലാണ് നമ്മുടെ റിക്വയർമെന്റ്സ് വരുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് വരുന്നത്. ഇതിന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റർ BI എന്നുള്ളതാണ്. BJ ആണ്. ഇവിടെ DJ ആക്കാം. ഇവിടെ I എന്ന് ഡിനോട്ട് ചെയ്തുകൊണ്ട് J ആണ്. BJ എന്ന് പറയുന്നത് J ഈക്വൽ ടു 1 2 3 എക്സെട്ര N ആണ്. അതായത് M ഒറിജിൻസ് ഉണ്ട്, N ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, AI അവൈലബിലിറ്റീസ് ഉണ്ട്, BJ ഡിമാൻഡുകളുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ M ഒറിജിൻസിൽ നിന്ന് N ഡെസ്റ്റിനേഷനിലേക്ക് ഇതിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കോസ്റ്റ് ഉണ്ട്, അതിനെയാണ് CIJ എന്ന് പറയുന്നത്. അതായത് Iയിൽ നിന്ന് J എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് CIJ ആണ്. ഈ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഓരോ ഒറിജിൻസിലെ അവൈലബിലിറ്റിനെ നോക്കണം, ഓരോ ഡെസ്റ്റിനേഷനിലെയും ഡിമാൻഡ്സിനെ നോക്കണം. അതിനനുസരിച്ച് വേണം ഓരോ ഒറിജിനിൽ നിന്നും ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കൂടാതെ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് ഒരു ഒറിജിനിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകാൻ ഒരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് നമ്മൾ മിനിമൈസ് ചെയ്യുന്ന തരത്തില് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? XIJs കണ്ടുപിടിക്കണം. അതായത് ഓരോ ഒറിജിനിൽ നിന്നും ഓരോ ഡെസ്റ്റിനേഷനിലേട്ടും എത്ര ഐറ്റം നമുക്ക് മിനിമം കോസ്റ്റ് ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യാം, അതിന്റെ അവൈലബിലിറ്റി റിക്വയർമെന്റ്സും കൺസിഡർ ചെയ്തുകൊണ്ട് എത്ര ഐറ്റം നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം, അതിനനുസരിച്ച് എത്ര കോസ്റ്റ് വരും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തെ, നമ്മളിപ്പോ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തെ എങ്ങനെ LPP ഫോമിൽ ഡിനോട്ട് ചെയ്യാന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അപ്പൊ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിനിമൈസ് Z ഈക്വൽ ടു സമ്മേഷൻ I ഈക്വൽ ടു 1 to M സമ്മേഷൻ J ഈക്വൽ ടു 1 to N CIJ XJ subject to the constraints summation J equal to 1 to N XIJ equal to AI I equal to 1 2 3 etc. M summation I equal to 1 to M XIJ equal to BJ J equal to 1 2 3 etc. N XIJ greater than or equal to 0 for all I equal to 1 2 3 etc. M J equal to 1 2 3 etc. N where CIJ എന്ന് പറയുന്നത്
കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് 1 യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി ഫ്രം ഒറിജിൻ ഐ ടു ജേത്ത് ഡെസ്റ്റിനേഷൻ. AI എന്ന് പറയുന്നത് അവൈലബിലിറ്റി അറ്റ് OI ആണ്, അതായത് ഒറിജിൻ ഐ. BJ എന്ന് പറയുന്നത് റിക്വയർമെന്റ്സ് അറ്റ് DJ, ഡെസ്റ്റിനേഷൻ ജെയിലെ റിക്വയർമെന്റ്സ് ആണ്. XIJ എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഫ്രം OI ടു DJ. അപ്പൊ ഇതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ LPP ഫോം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തെ ഒരു ടേബിൾ ആയിട്ടാണ് എഴുതുക, എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തെ എങ്ങനെയാണ് ഒരു ടേബിൾ ആക്കി എഴുതുന്നത്, അവിടെ എവിടെയാണ് നമ്മൾ ഈ കോസ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അവൈലബിലിറ്റി മാർക്ക് ചെയ്യുന്നത്, റിക്വയർമെന്റ്സ് മാർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയാണ് OIയിൽ നിന്നും DJയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ റോ ഹെഡിങ് ആയിട്ടാണ് ഒറിജിൻസ് കൊടുക്കുക. അപ്പൊ നമുക്ക് M ഒറിജിൻസ് ഉണ്ട്. കോളം ഹെഡിങ് ആയിട്ടാണ് ഡെസ്റ്റിനേഷൻസ് കൊടുക്കുക, അതായത് N ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇനി ഇവിടെ ഈ ടേബിളിന്റെ അകത്ത് കൊടുക്കുന്നത് കോസ്റ്റ് ആണ്, അതായത് ഒറിജിൻ 1ൽ നിന്ന് ഡെസ്റ്റിനേഷൻ 1ലേക്ക് നമുക്ക് സാധനം ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് C11 ആണ്. ഒറിജിൻ 1ൽ നിന്ന് ഡെസ്റ്റിനേഷൻ 2ലേക്ക് നമുക്ക് നമ്മുടെ കമ്മോഡിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് C12 ആണ്. അങ്ങനെയാണ് ഈ ടേബിൾ റെപ്രസെന്റേഷൻ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒറിജിനിലുള്ള അവൈലബിലിറ്റി നമ്മൾ ഇവിടെയാണ് മാർക്ക് ചെയ്യുക. A1 ആണ് ഒറിജിൻ 1ലുള്ള അവൈലബിലിറ്റി, A2 ആണ് ഒറിജിൻ 2വിലുള്ള അവൈലബിലിറ്റി, അങ്ങനെ ഒറിജിൻ M-ലുള്ള അവൈലബിലിറ്റി AM ആയിട്ട് മാർക്ക് ചെയ്യും. ഇനി നമുക്ക് ഡെസ്റ്റിനേഷൻ 1ലുള്ള റിക്വയർമെന്റ്സ് B1 ആണ്, ഡെസ്റ്റിനേഷൻ 2വിലുള്ള റിക്വയർമെന്റ്സ് B2 ആണ്, അങ്ങനെ ഡെസ്റ്റിനേഷൻ N-ലുള്ള റിക്വയർമെന്റ്സ് വരുന്നത് BN ആണ്. അപ്പൊ ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ ആണ് കിട്ടുക. അതിൽ നിന്ന് നമ്മൾ XIJs കണ്ടുപിടിക്കണം. XIJ അതായത് ഒറിജിൻ 1ൽ നിന്ന് ഡെസ്റ്റിനേഷൻ 2വിലേക്ക് ഒരു സാധനം ട്രാൻസ്പോർട്ട് ചെയ്യാൻ എത്ര യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്താലാണ് നമുക്ക് മിനിമം കോസ്റ്റ്. അങ്ങനെ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, ഓവറോൾ റിക്വയർമെന്റ്സും അവൈലബിലിറ്റിയും നോക്കിയിട്ട് നമുക്ക് ഓരോ ഒറിജിനിൽ നിന്നും ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട യൂണിറ്റ് ഏതാണെന്നാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് കണ്ടുപിടിക്കുക. ഇനി ഇവിടെ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇതെന്ന് പറഞ്ഞാല് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മുടെ അവൈലബിലിറ്റി. ഈ അവൈലബിലിറ്റിനെ സം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. I=1 to M AI. ഈ അവൈലബിലിറ്റിനെ സം ചെയ്യുന്നതും ഈ റിക്വയർമെന്റ്സിനെ സം ചെയ്യുന്നതും J=1 to N BJ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഇതിനെ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടോട്ടൽ അവൈലബിലിറ്റിയും ടോട്ടൽ റിക്വയർമെന്റ്സും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഈക്വൽ ആവാതിരിക്കുന്ന കേസിലാണ് നമ്മൾ അതിനെ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ടോട്ടൽ അവൈലബിലിറ്റിയും ടോട്ടൽ റിക്വയർമെന്റ്സും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയും. ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ സോൾവ് ചെയ്യും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയസ് മെത്തേഡ് ഓഫ് സോൾവിങ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ്. അതിൽ പ്രധാനമായിട്ടും 5 മെത്തേഡുകളാണ് വരുന്നത്. ഒന്ന് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, രണ്ടാമത്തേത് റോ മിനിമം മെത്തേഡ്, മൂന്നാമത്തേത് കോളം മിനിമം മെത്തേഡ്, നാലാമത്തേത് മെട്രിക്സ് മിനിമം മെത്തേഡ്, അഞ്ചാമത്തേത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യത്തെ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. അതൊരു എക്സാമ്പിൾ എടുത്ത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ടേബിള്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ഉപയോഗിച്ച് സോൾവ് ചെയ്യും എന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് തരുന്ന
റോ ഹെഡിങ്സ് എല്ലാം എന്തായിരിക്കും? ഒറിജിൻസ് ആയിരിക്കും. അതായത് ഇത് O1, ഇത് O2, O3. അപ്പൊ നമുക്ക് ഇവിടെ 3 ഒറിജിൻസ് ആണ് ഉള്ളത്. ഇനി കോളം ഹെഡിങ്സ് എല്ലാം എന്തായിരിക്കും? ഡെസ്റ്റിനേഷൻസ് ആയിരിക്കും. അപ്പൊ D1, D2, D3, D4. അപ്പൊ 4 ഡെസ്റ്റിനേഷൻസ് ആണ് നമുക്കുള്ളത്. ഇനി ഇവിടെ നമുക്ക് തരുന്നത് അവൈലബിലിറ്റി ആയിരിക്കും. അവൈലബിലിറ്റി. ഇവിടെ നമുക്ക് തരുന്നത് റിക്വയർമെന്റ്സ് ആയിരിക്കും. ഇനി ഇതിന്റെ അകത്ത് തന്നിരിക്കുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് CIJ ആണ്. ഇപ്പോ നമ്മൾ C11 എന്ന് എടുക്കുകയാണെങ്കിൽ ഇതാണ് C11 വരിക. അതായത് ഒറിജിൻ 1ൽ നിന്ന് ഡെസ്റ്റിനേഷൻ 1ലേക്ക് നമ്മുടെ കമ്മോഡിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ് ആണ് ഇവിടെ തന്നിട്ടുണ്ടാവുക. അങ്ങനെയായിരിക്കും ഓരോ സെല്ലിലെയും വാല്യൂസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ട്രാൻസ്പോർട്ടേഷൻ ടേബിള് ബാലൻസ്ഡ് ആണോ അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആണോ നോക്കണം. അതിന് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? അവൈലബിലിറ്റി എല്ലാം ആഡ് ചെയ്യുക, റിക്വയർമെന്റ്സ് എല്ലാം ആഡ് ചെയ്യുക, അത് രണ്ടും ഈക്വൽ ആവുക. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ഈ അവൈലബിലിറ്റി എല്ലാം ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 34 കിട്ടി. റിക്വയർമെന്റ്സ് എല്ലാം ആഡ് ചെയ്തു. അപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 34 കിട്ടി. അപ്പൊ നമുക്ക് ഇത് എന്താണെന്ന് പറയാം? ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണെന്ന് പറയാം. ഇനി നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നു നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ആണ്. ഈ മെത്തേഡിൽ തന്നെ ഉണ്ട്. നമ്മൾ നോർത്ത് വെസ്റ്റ് സെൽ എടുക്കുക. അതായത് ഒരു ടേബിളിന്റെ ഏറ്റവും ഫസ്റ്റത്തെ സെല്ലിനെയാണ് നോർത്ത് വെസ്റ്റ് സെൽ എന്ന് പറയാം. ഈ നോർത്ത് വെസ്റ്റ് സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവൈലബിലിറ്റിയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിക്വയർമെന്റും നോക്കുക. അപ്പൊ ഇതാണ് നോർത്ത് വെസ്റ്റ് സെല്ല്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവൈലബിലിറ്റി 7 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് 5 ആണ്. ഇതിൽ ഏതാണ് മിനിമം വരുന്നത് നോക്കുക. ഇതിൽ മിനിമം വരുന്നത് 5 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ 5 മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 5 എവിടെയാണ്, ഏതാണോ മിനിമം വന്നേ അതിന് നേരെ വരുന്ന റോയോ അല്ലെങ്കിൽ കോളമോ ക്രോസ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ഇവിടെയാണ് 5 വന്നത്. അപ്പൊ നമ്മൾ ഇവിടെ 5 ആണ് മാർക്ക് ചെയ്തത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത 5 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 0 വന്നു. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത 5 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് വന്നു. അപ്പൊ നമ്മുടെ ഇവിടെ 7 മാറി അവൈലബിലിറ്റി 2 ആയി. ഇവിടുത്തെ റിക്വയർമെന്റ്സ് 5 മാറി 0 ആയി. ഇനി നമുക്കിപ്പോ സപ്പോസ് ഇവിടെയാണ് മിനിമം വന്നതെങ്കിൽ നമ്മൾ ആ മിനിമം എലമെന്റ് ഇവിടെ മാർക്ക് ചെയ്യും. ഈ റോ ആണ് ക്രോസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ബാക്കി മെട്രിക്സ് എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇതായിരിക്കും നമ്മുടെ ബാക്കി മെട്രിക്സ്. അപ്പൊ ഇതിന്റെ നോർത്ത് വെസ്റ്റ് സെൽ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇവിടെയായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയതനുസരിച്ച് നമ്മൾ ഇവിടെയാണ് മിനിമം വന്നത്. അപ്പൊ മിനിമം ഇവിടെ മാർക്ക് ചെയ്തപ്പോൾ ഈ കോളമാണ് ക്രോസ് ചെയ്തത്. ഇനി നമുക്ക് ബാക്കിയുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഈ മെട്രിക്സിന്റെ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇവിടെയാണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവൈലബിലിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ആണ്. കാരണം 7 നമ്മൾ ക്രോസ് ചെയ്ത് 2 നാക്കി. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിക്വയർമെന്റ് 8 ആണ്. അപ്പൊ ഇതിൽ രണ്ടിലും വരുന്ന മിനിമം ഏതാണ്? ഇവിടെയാണ് മിനിമം വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ മിനിമം ഇവിടെ മാർക്ക് ചെയ്യും. അതായത് 2 ഇവിടെ മാർക്ക് ചെയ്യും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന റോ ആണ്. അപ്പൊ ആ റോ നമ്മൾ ക്രോസ് ചെയ്യും. കൂടാതെ ഇതെന്ത് ചെയ്യും? ഇതിൽ നിന്ന് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് 2 കുറയ്ക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 0 വന്നു. ഇതിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വന്നു? 6 എന്ന് വന്നു. ഇനി നമ്മുടെ ബാക്കി നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത് ഇതും പോയി ഇതും ക്രോസ് ചെയ്തു. ബാക്കി എന്ന് പറയുന്നത് ഈ ഒരു ടേബിൾ ആണ്. അപ്പൊ ഈ ഒരു ടേബിളിന്റെ നോർത്ത് വെസ്റ്റ് കോർണർ ഏതാണ്? ഇവിടെയാണ് വരിക. നോർത്ത് വെസ്റ്റ് കോർണറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള അവൈലബിലിറ്റി 9 ആണ്. റിക്വയർമെന്റ്സ് 6 ആണ്. അപ്പൊ ഇവിടെ ഏതാണ് മിനിമം? 6 ആണ് മിനിമം. അപ്പൊ നമ്മളിവിടെ 6 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ കോളം ക്രോസ് ചെയ്യുക, താഴേക്ക് ക്രോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് 6 കുറയ്ക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 0 വന്നു. ഇവിടെ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 3 വന്നു. അപ്പൊ ഇവിടുത്തെ അവൈലബിലിറ്റി 3 ആയിട്ട് മാറി. ഇനി നമുക്കുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത് ഇവിടെയാണ്.
ഈ നോർത്ത് വെസ്റ്റ് കോർണറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവൈലബിലിറ്റി 3ഉം കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് 7ഉം ആണ്. അപ്പൊ ഇതിൽ മിനിമം ഏതാണ്? 3 ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ നമ്മൾ ക്രോസ് ചെയ്തു. പിന്നെ ഈ 3യിൽ നിന്ന് 3 കുറച്ചപ്പോൾ നമുക്ക് 0 കിട്ടി. ഈ 7ൽ നിന്ന് 3 കുറച്ചപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടി. ഇനി നമ്മുടെ ടേബിൾ ഈ രണ്ട് സെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതിന്റെ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്ന ഇതാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അവൈലബിലിറ്റി 18ഉം ഇവിടെ നമുക്ക് വരുന്ന റിക്വയർമെന്റ്സ് 4ഉം ആണ്. അപ്പൊ ഇതിലെ മിനിമം എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4 ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇങ്ങോട്ട് താഴേട്ട് ക്രോസ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ 4ൽ നിന്ന് 4 കുറച്ചപ്പോൾ നമുക്ക് ഇവിടെ 0 വന്നു. ഇനി 18ൽ 4 കുറച്ചപ്പോൾ നമുക്ക് 14 വന്നു. ഇനി നമുക്ക് ആകെ ഈ ഒരു സെല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിലിറ്റിയും 14 ആണ്, റിക്വയർമെന്റ്സും 14 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 14 മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നിന്ന് 14 കുറച്ചപ്പോൾ ഇവിടെ 0 വന്നു. ഇവിടെ നിന്ന് 14 കുറച്ചപ്പോൾ നമുക്ക് ഇവിടെ 0 വന്നു. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്താൽ അറിയാം നമ്മുടെ എല്ലാ റിക്വയർമെന്റ്സും നമ്മൾ ക്രോസ് ചെയ്ത് 0 ആക്കി, എല്ലാ അവൈലബിലിറ്റിയും ക്രോസ് ചെയ്ത് 0 ആക്കി. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന സൊല്യൂഷൻ ഇതാണ്. അതായത് നമ്മുടെ എക്സ്ഐജേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഓരോന്നുമാണ് നമ്മുടെ എക്സ്ഐജേസ് ആയിട്ട് വരുന്നത്. അപ്പൊ x11 എന്ന് പറയുന്നത് എത്രയാണ്? x11 എന്ന് പറയുന്നത് 5 ആണ്. x12 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നെ x13 0 ആണ്. x13 0 ആണ്. x14ഉം 0 ആണ്. പിന്നെ x21ഉം 0 ആണ്. x21ഉം 0 ആണ്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് x22 ആണ്. x22 നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. പിന്നെ x23 ആണ്. x23 നമുക്ക് ഇവിടെ കിട്ടിയത് 3 ആണ്. പിന്നെ ഇവിടെ എന്താണ്? x24 0 ആണ്. ഇനി നമുക്കിവിടെ x31ഉം x32ഉം എന്താണ്? 0 ആണെന്ന് കിട്ടി. പിന്നെ വന്നിരിക്കുന്നത് x33 എന്ന് പറയുന്നത് 4 ആണ്. x34 എന്ന് പറയുന്നത് നമുക്ക് 14 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്ഐജേസിന്റെ വാല്യൂ. ഇതിന്റെ അകത്ത് കിടക്കുന്നതാണ് സിഐജേസിന്റെ വാല്യൂ. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? മിനിമൈസ് സെഡ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n xij cij എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ എക്സ്ഐജേസ് ഒന്നും ആഡ് ചെയ്യണ്ട, കാരണം അതിനെ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 0 ആണ് വരിക. ബാക്കി നമുക്ക് എങ്ങനെയാ വരുന്നത് നോക്കാം. അതായത് മിനിമം സെഡ് ഈക്വൽ ടു 5ന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുള്ള കോസ്റ്റ് ഏതാണ്? 19 ആണ്. 5 × 19. ഇനി പ്ലസ് 2 × 13 എന്ന് വന്നു. പ്ലസ് ഇവിടെ 0 × 50 ആണ്, അത് 0 ആയി. 10 × 0 ആണ്, അത് 0 ആയി. ബാക്കി ഇനി ഇവിടെയാണ് 0 അല്ലാത്തത് വരുന്നത്. അതെന്താണ്? 6 × 30 പ്ലസ് ഇനി ഇവിടെ 40 × 3 പ്ലസ് ഇവിടെ നമുക്ക് വരുന്നത് 70 × 4 പ്ലസ് 20 × 14. ഇപ്പൊ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മിനിമം വാല്യൂ കിട്ടും. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര വരും? 1015 എന്ന് കിട്ടും. ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതിന് നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കിട്ടിയത് ഇതാണ്. അതായത് നമുക്ക് ഈ ഒരു പ്രോബ്ലം, അതായത് ഈ 3 ഒറിജിനിൽ നിന്ന് 4 ഡെസ്റ്റിനേഷനിലേക്ക് അതിന്റെ അവൈലബിലിറ്റി റിക്വയർമെന്റ്സും ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 1015 എന്നാണ് വരിക. അതായത് ഒറിജിൻ 1ൽ നിന്ന് ഡെസ്റ്റിനേഷൻ 1ലേക്ക് കൊണ്ടുപോകാനുള്ള കോസ്റ്റ് 19 ആണ്. നമ്മൾ മിനിമം കൊണ്ടുപോകുന്ന ഐറ്റംസ് 5 എണ്ണമാണ്. ഇവിടെ 2 എണ്ണമാണ്. കോസ്റ്റ് 30 ആണ്. അങ്ങനെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഇതാണ്. അപ്പൊ ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.